ബ്ലൂ റാക്കില് ബ്ലാക്ക് ഷൂവിന്റെ അകത്ത് വീട്ടിൽ താക്കോലുണ്ട്. കഥ വടച്ചിട്ട് ഉള്ളിൽ നിന്ന് കുറ്റിയുടെ മറക്കരുത്, മനസ്സിലായോ? ഓക്കെ. കുറ്റിയിട്ടോ? ആ, നീ പറഞ്ഞ പോലെ ഞാൻ പൂട്ടി. ബെഡ്റൂമിൽ പോയി നോക്ക്. ബോഡിന്ന് സ്മെല്ല് വരാതെ സ്പ്രേയോ വല്ലതും അടിച്ച് മാനേജ് ചെയ്യാൻ നോക്ക്. ബോഡി സ്പ്രേ അല്ലടാ. ഞാനിപ്പോ കോയമ്പത്തൂർ പോയി ഇതിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ചിലപ്പോ അവളെ കൊന്നവൻ വരാനുള്ള സാധ്യതയുണ്ട്. എന്തിനാണ് പേടിപ്പിക്കുന്നത്? ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. ഞാൻ പിന്നെ വിളിക്കാം. ആ, നീ എന്നെ എവിടെ വിട്ടേച്ച് രക്ഷപ്പെടാൻ നോക്കലടാ മച്ചാനെ. ഹലോ ഹലോ മധു, നീ ഇപ്പൊ എവിടെയാ? വേറെ എവിടെ ഉണ്ടാവാനാ? സമയം 8:30 ആവാൻ പോകുന്നു. നിന്റെ വീട്ടിലേക്കാ വരുന്നത്. 15 മിനിറ്റിൽ അവിടെ ഉണ്ടാവും. മധു മധു മധു, നീ ഇപ്പൊ വരണ്ട മധു, നീ ഇപ്പൊ വരണ്ട. ഞാൻ പുറപ്പെട്ടല്ലോ. ഞാനും പുറപ്പെട്ടു മധു. എങ്ങോട്ട്? ഞാൻ ഒന്ന് കോയമ്പത്തൂർ വരെ പോവാ. കോയമ്പത്തൂരോ? സോറി, ഞാൻ പറയാൻ വിട്ടുപോയതാ. ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ മറന്നത്. അതെ അതെ, എന്റെ കാര്യമാകുമ്പോ നീ മറന്നു തന്നെ പോവും. അതുകൊണ്ടല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നിനക്ക് വീണ്ടും പാച്ചപ്പ് ആവാൻ താല്പര്യമില്ലെങ്കിൽ പറഞ്ഞാ പോരെ. ഇങ്ങനെ സ്ഥലത്തില്ല ലോകത്തില്ല എന്നൊന്നും കള്ളം പറയണ്ട. മധു, അങ്ങനെയൊന്നും അല്ല. എന്റെ ബോസ് ഓൺ സൈറ്റിൽ ഇപ്പൊ US-ലല്ലേ. അദ്ദേഹത്തിന്റെ അച്ഛൻ കോയമ്പത്തൂരിൽ വയ്യത് കിടക്ക്. എന്നെ ഒന്ന് അതുവരെ പോയി വരാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വേഗം പുറപ്പെട്ടത്. മതി രമേശ്, ഓരോ തവണയും എന്നെ വിശ്വസിപ്പിച്ച് പറ്റിക്കുന്നത് നിനക്ക് ശീലമായിരിക്കുക. എന്തുമാത്രം കള്ള നീ പറയുന്നേ. ഐ ഹേറ്റ് യുടാ. മധു മധു, ഒരു മിനിറ്റ് നിൽക്കേ, ഫോൺ വെക്കേ. മധു, വാട്സാപ്പ് ഒന്ന് ചെക്ക് ചെയ്തേ. സത്യമായിട്ട് ഞാൻ കോയമ്പത്തൂർ പൊയ്ക്കൊണ്ടിരിക്കുക. സത്യമായിട്ട് എന്റെ ബോസിന്റെ അച്ഛന് വയ്യാതിരിക്കുക. തിരിച്ചെത്തി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അങ്കിളിനോട് സംസാരിക്കാം. ഓക്കെ അല്ലേ? ഹലോ മധു. ഹലോ. ഹലോ രമേശ്, ഞാൻ രാമ. ആ രാമേട്ടാ, പറയൂ. അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത് നിങ്ങളന്ന് ദേവി പറഞ്ഞു. താങ്ക്സ്. അതിനെന്താ ഏട്ടാ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഇന്നലെ രാത്രി ICUയിൽ വെച്ച് വീണ്ടും ഒരു അറ്റാക്ക് വന്ന് അച്ഛൻ മരിച്ചു. ബോഡി കൊണ്ടുവന്നു. അയ്യോ, സോറി ഏട്ടാ. പിന്നെ വീട്ടിൽ കുറെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും കാപ്പി ഇട്ടോണ്ടിരുന്നപ്പോ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് സിലിണ്ടർ തീർന്നുപോയി. നിങ്ങളുടെ വീട്ടിലെ സിലിണ്ടർ തന്ന ഉപകാരമായിരുന്നു. ദേവിയ പറഞ്ഞത് ബാക്കി എല്ലാവർക്കും ഫാമിലി ഉണ്ട്, ബാച്ചിലർ അല്ലേ, നിങ്ങളോട് ചോദിക്കാന്ന്. അത് പക്ഷേ കുഴപ്പമില്ലട്ടാ, തരാലോ. പക്ഷേ ഞാനിപ്പോ വീട്ടിലല്ല, താക്കോലും എന്റെ കയ്യിലാ ഇരിക്കുന്നത്. അതുകൊണ്ടെന്താ? കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ അമ്മ ഇവിടുന്ന് പോകുമ്പോ നിങ്ങൾ ഓഫീസിലായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് വീടിന്റെ സ്പെയർ കീ ദേവിയുടെ കയ്യിൽ കൊടുത്തിട്ടാ പോയിരിക്കുന്നത്. നിങ്ങൾ ശരിയെന്ന് പറഞ്ഞാ ഞാൻ മുകളിലേക്ക് പോവാം. ഒരു മിനിറ്റ്, അത് വേണ്ടട്ടാ. ഞാൻ വിളിച്ചു പറയാം. അത് കഴിഞ്ഞ് ചേട്ടൻ പോയാൽ മതി. എന്താ രമേശ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ല, പ്രശ്നമായിട്ടൊന്നും ഇല്ല ഏട്ടാ. പക്ഷേ കുറച്ച് എമർജൻസിയാ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതി ഏട്ടാ. ശരി രമേശ്, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം. അല്ല, നമുക്കങ്ങ് എടുത്താലോ? ചേട്ടന്റെ പെങ്ങള് വരാതെ ബോഡി എടുക്കണ്ട. ഞാൻ ഉദ്ദേശിച്ചത് സിലിണ്ടറാ മോളെ. ആള് വീട്ടിലില്ല, 10 മിനിറ്റ് കഴിഞ്ഞ് പോയി എടുക്കാൻ പറഞ്ഞു. 10 മിനിറ്റിൽ തിരിച്ചു വരുമോ? നാട്ടിലില്ല. പിന്നെ എന്തിനാ 10 മിനിറ്റ്? അല്ല, രാഹുകാലോ യമകണ്ടോ നോക്കുന്നുണ്ടോ എന്തോ. മരണ വീട്ടിൽ എന്തിനാ ശകുനം നോക്കുന്നത്? നിന്റെ അച്ഛന്റെ ബോഡി എടുക്കാൻ സമയം നോക്കിയില്ല, എന്നാ സിലിണ്ടർ എടുക്കാൻ സമയം നോക്കുന്നു. ഇതിലെന്തോ സംതിങ് റോങ് ഉണ്ട്. പറയടാ. എന്തോ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് ഒരു പ്രശ്നം കൂടെ തുടങ്ങിയിട്ടുണ്ടാ. എന്ത് പ്രശ്നമാടാ? താഴത്തെ വീട്ടിലെ മുത്തശ്ശൻ മരിച്ചു വേണം. അയാൾ ആരാ കൊന്നത്?
അയാൾ ആരും കൊന്നതല്ലടാ, അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാടാ. അദ്ദേഹത്തിന്റെ ബോഡി അവിടെ വന്നിട്ടുണ്ട്. അതെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് 2 ബോഡി ഒന്നും നോക്കാൻ പറ്റില്ല. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലല്ലടാ, താഴത്തെ വീട്ടിലേക്ക് വന്നിരിക്കുക. നല്ലതല്ലടാ, നാറ്റം വന്ന പോലെ ഏത് ബോഡിന്നാ വരുന്നെന്ന് അറിയില്ലല്ലോ. പ്രശ്നം ഇപ്പൊ ബോഡിയിലല്ല, പ്രശ്നം ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനാ. അവരുടെ വീട്ടിൽ ഗ്യാസ് തീർന്നു പോയെന്ന്, അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് സിലിണ്ടർ എടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ താക്കോലോ? അത് അമ്മ അവിടെ കൊടുത്തിട്ട് പോയി. എടാ ദ്രോഹി, താക്കോൽ അവന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ബോഡി അവനോട് നോക്കാൻ പറഞ്ഞുവിടായിരുന്നു. എന്നെ വിളിച്ചേ? കട്ടയും പടവും മടങ്ങിയിരിക്കുമ്പോ കോമഡി അടിച്ചാണോ നിന്നെ കൊന്നുകളഞ്ഞ? നീ ഒരു കൊലപാതകയെ പോലെ സംസാരിക്കുന്നടാ. ശരിടാ, ഇനി ഞാൻ പറഞ്ഞ കേക്ക്. ഇപ്പൊ ടൈമില്ല, അവരെപ്പോ വേണമെങ്കിലും വരും. എന്തോന്ന്? നീ ഇപ്പൊ വീട് അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കല്ലേ? അതെ. ദയവ് ചെയ്ത് നീ ആ ബോഡി എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചു വെക്കേ. എവിടെ ഒളിപ്പിക്കാനാടാ? നീ ഒരു കാര്യം ചെയ്യും, എന്റെ റൂമിൽ ഒരു ലോഫ്റ്റ് ഇല്ലേ, ആ ലോഫ്റ്റിൽ ബോഡി ഒളിപ്പിച്ചു വെക്കേ. അതായിരിക്കും സേഫ്. ലോഫ്റ്റോ? ബോഡിയുടെ ഒപ്പം നീ ഒന്ന് ഒളിച്ചിരുന്നു. എടാ എനിക്ക് പേടിയാവുന്നടാ. ഞാൻ പറയുന്ന കേക്ക്. യു ക്യാൻ ഡു ഇറ്റ് ഡാ. പേടിയാണ് ഏറ്റവും വലിയ ബലഹീനത. പേടിച്ച പണി പാടും. ശവത്തി കുത്തുവാനോടാ? അവര് വന്ന 10 മിനിറ്റിൽ ഇറങ്ങും. ഡാടാ രമേശ്, രമേശ്, അയ്യോ. മോനെ നന്ദു, സുഖാണോടാ? ആ സുഖാണ്. ഇന്നലെ ഞാൻ ജോൽസിനെ കണ്ടിരുന്നു. കല്യാണം കഴിക്കാൻ ഇതാത്രേ നല്ല സമയം. നിനക്ക് ഇഷ്ടമുള്ള പോലെ ഒരു പെണ്ണിനെ നിന്റെ കൈ കിട്ടുമോ? ഫോണ് വെക്കമ്മ. ദേഷ്യപ്പെടാതെ മോനെ. അടുത്ത 14 വർഷങ്ങൾ നീ ഒരു കൊട്ടാരത്തിൽ താമസിക്കുമെന്നാ ജോൽസി പറഞ്ഞേ. ഞാനിപ്പോ ഒരു മീറ്റിംഗിലാ ഉള്ള, പിന്നെ സംസാരിക്കാം. നല്ലൊരു പെണ്ണിനെയാ നിനക്ക് കിട്ടാൻ പോന്നെ. തട്ടിക്കളയരുത് മോനെ. നമ്മുടെ അമ്പലത്തിലെ ഉത്സവ, ഇറച്ചി മീനൊന്നും കഴിക്കരുത് മോനെ. എന്താ ഇത് തുറക്കുന്നില്ലല്ലോ? അല്ല, ആരോ അകത്തുള്ളത് പോലെയാണല്ലോ വാതിൽ മുട്ടുന്നത്. മഴയത്ത് പൂത്തു പോയതായിരിക്കും. നന്നായി തള്ള്. ഒരു മിനിറ്റ്. നശിപ്പിച്ച് കളഞ്ഞോടെ നന്ദു. മതി, തടി ഉണ്ടായിട്ട് കാര്യമില്ല. ഞാനിപ്പൊ കാണിച്ചു തരാം. എന്താ ഇത് തള്ളാൻ പറ്റുന്നില്ലല്ലോ? ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. എന്തിനാണോ തള്ളുന്നേ? തള്ളിയതല്ല, തൊട്ടതാ. തൊട്ടതാണോ? എന്റെ കാറ്റ് പോയനെ ഇപ്പോ. ഈ IT പിള്ളേരുടെ ഒരു അഹങ്കാരേ കണ്ടില്ലേ? പകല് പോലും ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുക. എടാ, അതിലൂടെ ആരോ ഓടിപ്പോയതുപോലെ എനിക്ക് തോന്നി. എന്താ മാമ, അകത്ത് നമ്മളല്ലേ വന്നുള്ളൂ, പിന്നെ ആരാ ഇവിടെ? അറിയില്ല മോനെ, പെട്ടെന്ന് ആരോ ക്രോസ് ആയതുപോലെ എനിക്ക് തോന്നി. തോന്നും. മാനസിക വിഭ്രാന്തി വല്ലതും ആയിരിക്കും. ഇന്നലെ അടിച്ച ബ്രാൻഡി ആയിരിക്കും. നീ എന്താടാ ഈ ടാട്ടുന്നത്? എന്തൊരു ടൈറ്റ് അത് കിട്ടുന്നില്ല. ഞാനൊന്ന് നോക്കിയാലോ? എങ്ങനെ? ഇപ്പൊ ഡോർ തുറന്ന പോലെയോ? ദേ നോക്ക്, ഞാൻ സ്മോള്, നീ മീഡിയം. നിനക്കെന്താ, നീ വലിയ മമ്മൂട്ടിയാണെന്നാണോ വിചാരം? നീ ഇങ്ങോട്ട് മാറ്, ഞാൻ ഒരു മാറ്റ്. എന്താ അഴിക്കാനേ പറ്റുന്നില്ലല്ലോ. പറ്റുന്നില്ല അല്ലേ? പറ്റുന്നില്ല. ഗ്യാസ് തരാന്ന് പറഞ്ഞവന്റെ അടുപ്പിൽ തൊട്ടാ ഒന്നും സംഭവിക്കില്ല. നമുക്ക് ഇവിടെ തന്നെ കാപ്പി ഉണ്ടാക്കി അങ്ങ് എടുത്തോണ്ട് പോവാം. അയ്യോ, അത് വേണോ മാമ? അല്ല മരുമോനെ, നമ്മുടെ വീടാണ് ഈ ചെറിയ വീട്. ആൾക്കാരോ ഒരുപാടും. ഇത് വളരെ വലുതുമാണ്, കാലിയുമാണ്. പാലെടുത്തോണ്ട് വന്ന് ഇവിടെ വെച്ച് കാപ്പി ഇട്ട് എടുത്തോണ്ട് പോയാ ആരും തെറ്റായി കാണത്തില്ല. നീ പോയി പാലെടുത്തോണ്ട് വാ, മാറ്റി തൈരെടുത്തോണ്ട് വരല്ലേ. ചെല്ലേ.